ഞാൻ മുറ്റത്തെ മുക്കുറ്റി ഉപയോഗിച്ചിട്ട് ഒരൗഷധക്കഞ്ഞി ഉണ്ടാക്കലാണ്. പാറയുടെ ഈ കല്ലിൻ്റെ ഇടക്കായിട്ട് ഇത് അധികം വളരുന്നില്ല. ഒരു രണ്ടാൾക്ക് കഞ്ഞി വെക്കാൻ ഒരു 12 മതി. ഞാൻ ഇത്രയും മുക്കുറ്റി ഒരു 10-12 എടുത്തിട്ടുണ്ട്. ഇത് സമൂലം എടുക്കുക, വേര് മാറ്റി എടുക്കുക. ഞാൻ ഈ വേരിപ്പം മാറ്റലാണ്. വേര് കഴുകി വൃത്തിയാക്കാൻ കുറച്ച് സമയം കൂടുതൽ വേണം. അതുകൊണ്ട് വേര് മുറിച്ച് മാറ്റിയിട്ട് പെട്ടെന്ന് കഞ്ഞി ഉണ്ടാക്കലാണ്. ഇത് നന്നായി കഴുകി ഇതിൻ്റെ ഇലയും പൂവെല്ലാം ഔഷധയോഗ്യമാണ്. ഇതൊന്ന് ചെറുതായി മുറിച്ചെടുക്കണം. മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുക്കുക. ഇത് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് പിഴിഞ്ഞ് ഇതിൻ്റെ നീരെടുക്കാം. മുക്കുറ്റി അരിച്ച് മാറ്റി ഇനി ഇതിന് വേണ്ട അരി 3/4 ഗ്ലാസ് അരി, 2 ആൾക്ക് 3/4 ഗ്ലാസ് അരി എടുത്ത് വെച്ചിട്ടുണ്ട്. അരി കഴുകി എടുക്കാം. മരുന്നിൻ്റെ നീരും മുക്കുറ്റിയുടെ നീരും 3/4 ഗ്ലാസ് അരിയും കഴുകിയിട്ട് കുടുക്കയിലേക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി വേവിച്ചെടുക്കാം. ഞാൻ ഈ 3/4 ഗ്ലാസ് അരിക്ക് മരുന്നിൻ്റെ നീരടക്കം 4 ഗ്ലാസ് വെള്ളമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അരി വേവേണ്ട വെള്ളം. മരുന്ന് കഞ്ഞി വേവുമ്പോഴേക്ക് ഒരു ചെറിയ മുറി തേങ്ങയുടെ പാലെടുത്ത് വെക്കാം. തേങ്ങാപ്പാൽ കൂടുതലുണ്ടെങ്കിൽ 3-ാം പാലിൽ വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ മുറി തേങ്ങേൻ്റെ പാൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. മരുന്ന് കഞ്ഞി നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി തീ കുറച്ച് കൊടുക്കാം. പക്ഷേ ഇത് അടച്ച് വേവിക്കരുത്. അടച്ചാൽ മറിഞ്ഞു പോകും. ഇതിൻ്റെ മരുന്ന് തിളച്ച് മറിഞ്ഞാൽ കുറേ പോയി പോവല്ല മരുന്നിൻ്റെ അംശം. അതുകൊണ്ട് അടച്ച് വേവിക്കാൻ പാടില്ല. അരി ഏകദേശം ഒരു 3/4 വേവായിട്ടുണ്ട്. ഇത്ര മഞ്ഞൾപ്പൊടിക്ക. ഇത് വലിയ സ്പൂണാണ്. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയിലെടുത്തില്ല. 1/4 മുതൽ ഏകദേശം അര വരെ ചേർക്കാം. മരുന്ന് കഞ്ഞിയാണ്. കുറച്ചുകൂടി വേവാനുണ്ട്. ഇത് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് വേവാനായിട്ടുണ്ടെങ്കിൽ ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ അടുക്ക് പറ്റാൻ ചാൻസ് കൂടുതലാണ്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അരി നന്നായി വന്നിട്ടുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു കാലായിട്ട് എടുക്കുമായിരുന്നു. തേങ്ങാപ്പാൽ കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് പശുമ്പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാല് കൂടുതലുള്ള തേങ്ങയാണെങ്കിൽ ഒരു മുറി തേങ്ങേൻ്റെ പാല് മതി. ഇപ്പം ഈ തേങ്ങക്ക് എന്തോ പാല് കുറച്ച് കുറവാണ്. അതാ ഞാൻ കുറച്ച് പശുമ്പാൽ ചേർത്തതിന് ഇളക്കി കൊടുക്കുക. തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകുന്നില്ല. തിളക്കുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യുക. ഇളക്കി കൊടുക്കണം. തിളച്ചാൽ സ്റ്റവ് ഓഫ് ചെയ്യുക. മുക്കുറ്റി കഞ്ഞി തിളച്ചിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്യുക. നമ്മുടെ മുക്കുറ്റിക്കഞ്ഞി നന്നായിട്ടുണ്ട്. കണ്ട. സിമ്പിൾ വീഡിയോയുമായി നാളെ കാണാം.